അങ്കമാലി മാങ്ങാക്കറിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അതിൻ്റേതായ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതായത് നാളെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ചാറ് കറിയൊക്കെ. അപ്പം തലേന്ന് ശരിയാക്കി വെക്കും. അപ്പം മാങ്ങാക്കറി മാങ്ങ 1.5 മാങ്ങയുണ്ട്, പിന്നെ ഒരു സവാള, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വിനെഗർ. ഇത്രയും കൂടി നല്ലോണം ഞാൻ കൈ കൊണ്ട് ഉടച്ച് നല്ലോണം കുഴമ്പ് രൂപത്തിലാക്കിയില്ല. ഈ ഒരു പരുവത്തിലാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇടുക. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതധികം ഇങ്ങനെ മിക്സ് ചെയ്യണ്ട, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനകത്തേക്ക് 1.5 മുറി തേങ്ങ ചിരണ്ടിയ പാല്, ഈ പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന്. അത് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തേക്കുന്നത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വയ്ക്കും. കണ്ടോ, അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുക. അതിൽ കിടന്ന് വെന്ത് ഈ മാങ്ങ അധികം വേവാത്ത മാങ്ങയാണ് കേട്ടോ. ഇതിങ്ങനെ അധികം ഉടയാറില്ല സാധാരണ. നമുക്ക് നോക്കാം. ഇതിന് മൂടി വെച്ച് വേവിക്കുക. വെച്ച് വന്നിട്ടുണ്ട്. അതിനൊന്ന് ഒരു വശത്തേക്ക് മാത്രമായിട്ട് ഇളക്കി കൊടുക്കുക. മാങ്ങാക്കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അതായത് ആവശ്യത്തിന് ഉണ്ടാവും. മാങ്ങ ഉടഞ്ഞിട്ടില്ല കേട്ടോ. മാങ്ങ അങ്ങനത്തെ മാങ്ങ. ഇനി തലപ്പാൽ ഒഴിക്കുക. ഒരു വശത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കണേ. ഉപ്പും ആവശ്യത്തിന് പുളിയും എല്ലാം ഉണ്ടാകുന്ന നോക്കുക. തിളക്കണ്ട, തലപ്പാൽ ഒഴിച്ചാൽ ഓഫ് ചെയ്യുക. ഇനി കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും തിളച്ചിടുക. അത്രയേ ഉള്ളൂ. കടുകും ഉള്ളിയും വേപ്പില എല്ലാം കൂടി താളിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.